ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കാലത്തെ ഓർഡറൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങളും മിഷ്യനൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ ഇതാ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ തീ കത്തിച്ചിട്ട് ചോറ്റിനുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് ഞാൻ ആദ്യം അടുക്കളയ്ക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുക. അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതാ സെറ്റിയൊക്കെ ഒന്ന് വെച്ച് അവിടേക്കൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. എത്ര പണിയുണ്ടെങ്കിലും ഞാനത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അപ്പോൾ പിന്നെ ഉള്ള പണി ഞാൻ വേഗം ചെയ്തെടുക്കും കേട്ടോ. ഞാൻ അടിക്കലും തുടയ്ക്കലും ബെഡ്ഷീറ്റ് വിരിക്കലും വെള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ പോയിട്ട് മുറ്റും അടിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കാനിടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാത്റൂമും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ഉപ്പുമാവാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഉള്ളൂ കേട്ടോ, അതാട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കണ്. മക്കളൊക്കെ ക്ലാസ്സിൽ പോയിരിക്കാണ്. അവർക്ക് ഉപ്പുമാവ് വലിയ താല്പര്യമില്ല കേട്ടോ. കട്ടൻ ചായക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ ഇക്കയും കൂടെ ഇതാ ചായ കുടിക്കുകയാണ്. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ മെഷീനിൽ തുണി എടുത്തിട്ട് ഉണക്കാടുകയാണ്. ഉണക്കാടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കാൻ കേട്ടോ. ഒന്ന് കൂർക്കപ്പേരി ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ തലേ ദിവസത്തെ മീൻകറി ഉണ്ട്, പപ്പടവും വറക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. കൂർക്ക കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ, പക്ഷെ അത് നേരാക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. ഞാൻ കൂർക്കനൊക്കെ പെട്ടെന്ന് നേരാക്കി എടുക്കും കേട്ടോ. ഞാൻ എങ്ങനെ നേരാക്കി എടുക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാനിപ്പോൾ ഇതാ 1 കിലോ കൂർക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ഞാനിതാ ഒരു തുണിയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അതിന് മേലെ കുറച്ച് പൊടിയുപ്പ് വിതറി കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിക്കാം. എന്നിട്ട് ഇതാ ഞാൻ ചെയ്യണ പോലെ ഒന്ന് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ തോലൊക്കെ ഇതാ നന്നായി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് വരുത്തി കൊടുക്കാം. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടില്ലേ? കൂർക്കനെ നന്നായി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതാണ്ടോ ഇത്രയും വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി വെച്ചിട്ട് പോകാത്ത ഭാഗം അതുപോലെ ഒന്ന് ചിരണ്ടിക്കെടുത്താൽ മതി. കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമ്മുടെ കൂർക്ക ക്ലീൻ ആയിട്ടുള്ളത്. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ തലേ ദിവസമൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കൂർക്ക നേരാക്കലൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാർ കണ്ടില്ലേ കൂർക്ക നേരാക്കുന്നതൊക്കെ. അങ്ങനെ ഞാനിത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പപ്പടം കൂടി നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മോള് കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് എക്സാമാണ്. പിന്നെ ഞാനും എനിക്ക് മോളും കൂടെ ഇതാ ചോറ് വയ്ക്കുകയാണ് കേട്ടോ. നല്ല പൊന്നീരിൻ്റെ ചോറും മീൻകറിയും കൂർക്കപ്പേരിയും പപ്പടമൊക്കെ ആയിട്ട് ഞങ്ങളിതാ ചോറുണ്ണാണ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.